വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ച സ്റ്റാർലിങ്ക് സംവിധാനം ഇന്ത്യയിലേക്ക് ഇതാ വരുന്നു എന്ന് പറയുന്ന രീതിക്ക് എല്ലാ അർത്ഥത്തിലും പ്രൊമോഷനുകളും പ്രസൻറ്റേഷനുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവസാനം ഒരു ട്വിസ്റ്റഡ് ആയിട്ടുണ്ട്. ഒരു കാലത്തും ഒരു സംവിധാനത്തിനും എതിരിടാൻ കഴിയാത്ത രൂപത്തിലാണ് സ്റ്റാർലിങ്ക് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് എന്നും ലോ ഓർബിറ്റ് സംവിധാനങ്ങളായതുകൊണ്ട് തന്നെ വളരെ കൃത്യനിഷ്ഠമായിട്ടുള്ള ഡാറ്റ കൈമാറ്റം നടത്താൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതാ വാലും ചുരുട്ടി ഇപ്പോൾ ഓടി ഒളിച്ചിരിക്കുകയാണ്. ഇന്ത്യ എന്നുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാർ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഈ സംവിധാനങ്ങൾ അത്ര വലിയ മികവുള്ളതല്ല, അതുകൊണ്ട് ഇറാനിലെ സംഭവം നമുക്കും ഒരുപക്ഷെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്, ഇനി ഇങ്ങോട്ട് ഈ വഴിക്ക് പേരും പറഞ്ഞിട്ട് വരേണ്ടതില്ല. മാത്രമല്ല ടെസ്ലയുടെ കാറും അത്ര കണ്ട് വിൽപ്പന നടന്നിട്ടില്ല. 200ഓളം വരുന്ന കാറുകളാണ്, അല്ല 300ഓളം വരുന്ന കാറുകളാണ് ആകെ ഇറക്കിയത്. അതിൽ 100 പോലും വിൽക്കാൻ സാധിക്കാതെ അങ്ങ് ട്രാപ്പിലായിരിക്കുകയാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ഒരു ചതിയനാണെന്ന് പറയുമ്പോൾ അതത്ര കണ്ട് എല്ലാവരും ലോകം പണ്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ അംഗീകരിച്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും സ്റ്റാർലിങ്കിൻ്റെ ഭാവി ഇന്ത്യയിൽ അത് അടപടല മൂഞ്ചി എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർലിങ്ക് വന്നാൽ ജിയോ പൂട്ടിപ്പോവും, അതുപോലെ തന്നെ എയർടെലൊക്കെ പമ്പ കടക്കും എന്നുള്ളത്. പക്ഷേ സ്റ്റാർലിങ്ക് മറ്റൊരു കണ്ണുകൊണ്ടാണ് നമ്മളെ കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുകയാണ്. കാരണം ഇറാനിലെ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗത്തിനും ഈ സ്റ്റാർലിങ്ക് സൗകര്യം അപ്രമാദിത്വത്തോടു കൂടി കൊടുത്തത് അത് ആ ലോകം തന്നെ കണ്ട് സാക്ഷിയായതാണ്. അത് ഇന്ത്യ കൂടി മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്വകാര്യ കാര്യങ്ങളും അഥവാ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചോർത്തിക്കൊണ്ടുപോകാൻ ഈ സ്റ്റാർലിങ്ക് ഒരു പക്ഷേ കാരണക്കാരനാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള മയപ്പെടാത്ത സമീപനം സ്റ്റാർലിങ്ക് കൂടി വരുന്നതോടുകൂടി കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് എത്തും. മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ സുരക്ഷിത കാര്യങ്ങളും അതൊരു അരക്ഷിതാവസ്ഥയിലേക്ക് മാറാനും സ്റ്റാർലിങ്കിന് വഴി തുറന്നു കൊടുത്താൽ ഇടയുണ്ട് എന്നുള്ള പഠനവും രംഗത്ത് വരുന്നുണ്ട്, പുറത്തു വരുന്നുണ്ട്. പ്രേക്ഷകർക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? സ്റ്റാർലിങ്ക് അത്ര കണ്ട് വിശ്വാസയോഗ്യമാണോ? അമേരിക്കയുടെ ചാരക്കണ്ണായിട്ടാണോ ഇന്ത്യയിൽ പ്രവർത്തിക്കുക? അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് മൊസാദിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയായിരിക്കും ഇന്ത്യയുടെ മുക്കും മൂലകളും അരിച്ചു പെറുക്കിയിട്ട് സ്റ്റാർലിങ്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നൊക്കെ ഒരുപാട് ഒട്ടനേകം ചോദ്യങ്ങൾ വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർലിങ്ക് സംവിധാനം ഇന്ത്യയിൽ വേണ്ട എന്നുള്ള ഏകകണ്ഠമായിട്ടുള്ള അഭിപ്രായത്തിന് കടുത്ത് നിൽക്കുന്ന ഭാഗമായിട്ടാണ് പല കാര്യങ്ങളും പല ആർട്ടിക്കിളും എഴുതി വരുന്നത്. അതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം അമേരിക്കയുടെ ചാരക്കണ്ണ് ലോകത്ത് എമ്പാടുമുണ്ട്. ഇനി ഔദ്യോഗികമായിട്ടൊരു പെർമിഷൻ കൊടുത്ത് നമ്മുടെ ആളുകൾ പൈസയും കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് 100% ന്യായമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ടെസ്ലയുടെ കാര്യം അങ്ങേയറ്റം അപകടമാണ്. അതും ഇവിടുന്ന് കെട്ടിക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന ഓരോ ഘടകങ്ങളും സ്റ്റാർലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ മനസ്സിലാകുന്നത് ഇവരെ ചോർത്തുന്നതിന് അതിഗായകന്മാരാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ ഇനി നമ്മുടെ രാജ്യത്ത് ഉണ്ടാകില്ല എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പുതിയ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അനുബന്ധമായിട്ട് അവിടെ വീഡിയോ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടുകൾ അനിവാര്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ തന്നതിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുന്നു.